Closed doors, I'm a fool for your love. മനസ്സിലായിട്ടുണ്ടാവും. ഈറ്റിംഗ് ചാലഞ്ച്, മൊത്തമൊക്കെ തിന്നുന്ന ചാലഞ്ച്. It's me Farfati and welcome back to our channel. So നമ്മൾ again challenging video ആയിട്ടാണ് വന്നിട്ടുള്ളത്. But before that, കഴിഞ്ഞ challenging videoയിൽ ഇക്കാൻ ഒരുപാട് ഫുൾ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ മലയാളത്തിൽ പറഞ്ഞിട്ട് എന്നെ വെറും ഫുൾ ആക്കി. ഞാൻ പിന്നെ നെക്സ്റ്റ് എന്ത് പറയുന്നില്ല, ഒരു വെപ്രാളത്തിരിക്കുന്നു പറയുന്നതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടാണ്. ഞാൻ ഗ്രേപ്സ് പറഞ്ഞു, നിങ്ങൾ മുന്തിരി പറഞ്ഞു, പിന്നെ ഞാൻ ഐഫോൺ പറഞ്ഞു, ആപ്പിൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് തന്നെയാ പറയുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെ അടുത്തെന്ത് പറയുന്നില്ല ഒരു ഇല്ല ഞാൻ പറയാൻ. ഓക്കെ, അല്ല അത് പിന്നെ എല്ലാവരും എനിക്ക് പൊട്ടക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇക്കന്നെ വെറും ഫുള്ളാക്കി എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ചാലഞ്ച് തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പ്രോപ്പർട്ടി ഫ്രണ്ടിലുണ്ട് വാട്ടർമെലൺ ഈറ്റിംഗ് ചാലഞ്ച്, ബത്തക്ക തിന്നുന്ന ചാലഞ്ച്, ഫുൾ പറയും. ഓക്കെ, അപ്പം ഇത് എത്ര kg ആണ്? 9 point something. ഇന്ന് രാത്രിയാണ് നല്ല ഫുഡ് വാങ്ങി. ഓക്കെ, എനിവേസ് എന്താണെന്നറിയില്ല, നോക്കാം. ഇത് ഇത്ര വലുത് എടുക്കണം ഞാൻ പറഞ്ഞതായിരുന്നു. അതൊക്കെ പറഞ്ഞാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാം, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്ക നോർമലി ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. ഒന്നുമല്ല, ഇക്ക സൂപ്പർ സ്പീഡാണ്. എന്നിട്ട് ഫുള്ള് കഴിച്ചത് തിന്നിട്ട് എന്നോട് ആയിട്ടേ എന്നുള്ളൊരു പാട്ടും പാടും. അപ്പൊ നോർമലായിട്ട് ഭയങ്കര സ്പീഡാണ്. അപ്പൊ ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞപ്പോ എന്തായാലും എക്സ്ട്രാ സ്പീഡ്നെസ് ഉണ്ടോ? വേറെ ആയുധം വേണ്ടേ? രണ്ട് കഷ്ണ ഈക്വൽ സ്കെയിൽ എടുക്കും. ചക്ക മുറിക്കുന്ന തോന്നുന്നു നാട്ടിൽ. ചക്ക മുറിച്ചു നാട്ടിൽ എന്റെ പറ്റി ചക്കോട്ടിൽ കളിയാണ്. ഏതായാലും കണക്കാണ്. രണ്ട് ചോട്ടൊക്കെ ഇനി ഇത് കഷ്ണാക്കണ്ടേ? നോക്കുന്നു എന്തിരി വത്തക്കല്ലേ? ജയിച്ചു. എത്രയാണ് ചലഞ്ചിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ? പിന്നെ നീ തോറ്റി, വേറൊന്നില്ല. അതിന് പിന്നെ ചിന്തിക്കാനുണ്ടാവും. ഇനി അതാണ് പറയലല്ലോ, മതിയൊന്നും ഇത് കണ്ടാലും പറയില്ല ആരും കൂടുതൽ പാരമ്പര്യം തടിയുന്നുണ്ട്. പാരമ്പര്യം വിട്ടളിയില്ല, മുമ്പേ അങ്ങനെ ഇങ്ങനെ കൊടുക്കട്ടെ. രണ്ടാക്കും ഒരേ പീസ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ പീസ് അയച്ചത് യെസ്. മുറുക്കി ശ്രദ്ധിക്കുക, കൈ നീ കഴിക്കുന്നേ എന്നോട് ഞാൻ പറഞ്ഞു വെക്കട ഇതിനോട് നിൽക്കേണ്ട സമയം. ഒരു പീസ് വലുതെടുത്തിന് പാത്തി ഓവറാക്കട്ടെ. രണ്ട് ഫുഡ് എടുക്കാം. ഇതെല്ലാം കൂടുതലാണ്. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. 4 kg മതിയായിരുന്നു. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല.
മറ്റേ നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കി നോക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇന്നൊരു തൂന്നൊക്കല്ല ഉണ്ട്. ഓക്കെ, തുടങ്ങാം. ടൈമർ വെക്കണ്ട, ടൈമർ വെക്കാം. എനിക്ക് പേടിയാവുന്നു. ഒരു മാസം ആക്രാന്തം കാണിച്ചൂടാ. എന്നെ കൂടി കൺസിഡർ ചെയ്യണം. സാധനം പേരെ പെട്ടെന്ന് കിട്ടില്ല. ചെറിയനെ വിളിക്കോ? ലോക്ക് ടൈമർ 15 മിനിറ്റ്. എത്ര ടൈം കൊടുക്കണ്ടേ? 15 മിനിറ്റ് ഒന്നും നമുക്ക് കണ്ടുവരില്ല. അല്ല, 15 മിനിറ്റ് കൊടുക്കാതെ. എത്ര? 5 മിനിറ്റ്. 5 മിനിറ്റാ ടോട്ടൽ 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. 3 15 മിനിറ്റുള്ളിൽ കഴിക്കണം. 5 മിനിറ്റ്സ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നു. അത് അവിടെ വെക്ക്, ഫോൺ അവിടെ വെക്ക്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കഷ്ടമല്ലോ ഫോൺ. കുരുന്നുണ്ടോ? ഇതും ബാക്കി പോണം. ഓടക്കോയിൽ വയ്ക്കുമ്പോഴാ ഇന്ന് ഉമ്മ വെച്ച് വെക്കുന്നത് അതൊക്കെ വേറെ ഉമ്മല്ല. മെല്ലെ മെല്ലെ കഴിച്ചാൽ മതി. ഞാൻ തന്നെ ഇരിക്കുന്നത്. മെല്ലെ മെല്ലെ ശ്വാസം മെല്ലെ മെല്ലെ കഴിച്ചു. എന്റെ തോക്കെന്ന് പറയാലോ.
ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നവർ സമ്മതിക്കണം കേട്ടോ. ഇതൊന്നും ദിവസം സാധനം കഴിക്കുന്നു. ഈറ്റിംഗ് ചലഞ്ച് ആക്കും. ഭാഷ എന്നോടുള്ള ഭാഷ ചെയ്യും. അതാണ് ഭാഷ ഒന്നും വേണം. Finish. 5 minute ബാക്കി. കഴിഞ്ഞ് 6 മിനിറ്റ് ബാക്കി. ഒരു 10 ടൈം ഇനിയും എടുത്തേ. അപ്പോൾ അതിന് കണക്കിൽ നോക്കിയാൽ 1 മിനിറ്റ് 21 ഉണ്ടാവും ടൈം ഉണ്ട്. എന്നാ ഈ 6 മിനിറ്റ് ഉണ്ട്. 6 മിനിറ്റ് നോക്കി വെക്കല്ലോ. ഏത് അത് കംപ്ലീറ്റ് ആക്കും. മറ്റേതാവില്ലേ? മറ്റേതാവും വിചാരിച്ചാലോ. ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അത് ഫുള്ള് തീർക്കും. അക്കൊന്നും കഴിക്കുന്ന എന്തോ കളിക്കുന്ന പത്തുമ്മ. അതൊന്ന് തീർക്ക്. രണ്ടെണ്ണതാ നമ്മൾ ജയിച്ചു. ഓക്കെ അതൊന്നും ഞാൻ കഴിച്ചത് കാണിച്ചു തരാവേ. ഇത് മറ്റൊന്നിന്റെ ബാക്കി. ഇത് നോക്ക്. ഇതേപോലെ പുതിയ കണ്ടുപിടുത്തോ തോറ്റെന്ന് പറഞ്ഞപ്പോ കണ്ടുപിടുത്തത് ഭയങ്കര ഇതേപോലെ ഓടയിലുള്ളു. അത് എന്റെ അവിടെ മുഖത്തുണ്ട്. ഞാൻ എത്തിക്കണം. മുഖത്തൊന്നുമില്ല. കൊറേ നോക്കി. നല്ല ഫ്ലഷ് ഉണ്ട്. ഒന്നുമില്ല. പാത്തുമ്മ തോറ്റിന്ന് സമ്മതിക്കും. ഇല്ല, ഇത് ജഡ്ജ്മെന്റ് ഓഡിയൻസ്. ഓക്കെ, ഇനി പ്ലേസ് നെറ്റ് വെച്ചിട്ട് സൂം ചെയ്ത് കാണിക്കാം. സൂം ചെയ്ത് കാണിക്കാനൊന്നുമില്ല. ഉണ്ട്. ഇല്ല. ഇത് കമന്റിൽ ആര് ഇതിൽ വിന്നർ എന്ന് പറയണം. ഇക്ക 3 കഴിച്ചു. കറക്റ്റ്. ഞാൻ 2 കഴിച്ചു. നോക്ക്. ഓക്കെ, ഞാൻ 2 കഴിച്ചു. അനെ ഇത് കാണിച്ചു കൊടുക്ക്. നോക്ക്. ഞാൻ കാണിച്ചു തരാവേ. ഇരിക്കാണ്ടതേ ഒന്നുമല്ല. ഫുൾ അങ്ങനെ കഴിക്കുക എല്ലാരും. 10 അങ്ങനെ കാര്യമാക്കി വെക്കൊന്നുമില്ല. നീ പോവാത്തുമ്മ പോ. ഇങ്ങനെ കഴിക്കുക. ഇത് പാത്തുമ്മാൻ്റെത്, ഇത് എന്റേത്. കണ്ടാ? ഇതാണ് നമ്മുടെ ചാലഞ്ച് വീഡിയോന്റെ അവസ്ഥ. ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നവർ സമ്മതിക്കും കേട്ടോ. എന്റെ കുഞ്ഞമ്മ 3 കഴിക്കുമ്പോ തന്നെ നമ്മള് വയറ് കുറഞ്ഞു. ഇവള് 2 കഴിച്ചു. വയ്യ അടിക്കും. വയ്യ വന്നിട്ട് അടിയുണ്ട്. ശരി. ഇത് ഞാൻ പറഞ്ഞു ബാക്കി 10 നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് പറഞ്ഞു. ഇത്ര വലുതെടുക്കണ്ട ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടില്ല. എനിവേസ്, അപ്പം എന്താ നമ്മൾ റൂൾ പ്രകാരം 3 പീസ് ഉണ്ടാക്കുന്നുണ്ടായിന്. അത് കംപ്ലീറ്റ് ഫസ്റ്റ് എന്താ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് നിൽക്കാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. തോറ്റില്ല സംഭവം. തോറ്റ് എങ്ങനെയൊക്കെയാണ് ഒരു 10 കഴിക്കേണ്ടത്. നോക്ക്. നോക്ക്, 2 നോക്കൂ. എടാ നമ്മളെ മുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചവക്കാൻ കഴിയണ്ടേ? ഓക്കെ, ഞാൻ തോറ്റി. ഇല്ല, അങ്ങനല്ല. ഇത് നമ്മളുടെ ഓഡിയൻസ് ഇതിന് എന്തായാലും
എന്തായാലും എല്ലാവരും റിപ്ലൈ ചെയ്യണം ഇതിൽ ആരാ വിന്നർന്ന്. ഇൻഷാല്ലാ. എനിക്ക് ഇന്ന് എന്തോ നൈറ്റ് ഔട്ട് പോവാന്ന് പറഞ്ഞല്ലോ. പോന്നില്ലേ? പോവാം. ഇങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. ഇന്ന് പോണം നാളെ പോയാൽ പോരെന്നാ ചോദിച്ചത്. ഞാൻ അത് അപ്പോഴേ പറഞ്ഞത് കഴിച്ചാൽ എവിടെയും പോക്കുണ്ടാവില്ല. ചെയ്യാവുന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ടിപ്പതാ ഏരെടുത്ത പോലെ എന്നോട് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിട്ട് ഫുള്ള് ഇരുന്ന് തിന്നു. അപ്പം നമ്മുടെ ഇവിടെ എന്തോ സ്പെഷ്യൽ മഞ്ചൂരിയും പിന്നെ ചെമ്മീൻ റോസ്റ്റും പിന്നെ പൊറോട്ടയും അതന്നെ ഇവിടെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ്. അപ്പൊ നമ്മളെന്തോ പറയാനുണ്ട് കാര്യമായിട്ട് പറയും പറയണം. എന്തൊക്കെയാ എനിക്കെന്തോ പറയണ്ടെന്നു ഒന്നുമില്ല. ഞാൻ തലവേക്കുന്നു പത്ത കഴിച്ചാൽ തലവേക്കുന്നു എനിക്കറിയാം തലവേക്കുന്നു. ഇതൊന്ന് വെയിലടിച്ചിട്ട് നോക്കുന്ന പോലെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ എന്താ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. കുട്ടികളുടെ ഒരു ചാനലാണ്. അപ്പം നല്ല പ്രസന്റേഷൻ ഒക്കെയാണ്. അപ്പം നമുക്ക് MJ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും കൂടി ഒന്ന് നോക്കുക ആൻഡ് അവരെ സപ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗോ ചാലഞ്ചോ ആണെങ്കിലായിട്ട് വരും. അതുവരേക്കും ബൈ.